നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. പാവേൽ ദുറോവിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച റഷ്യ. ടെലിഗ്രാം സ്ഥാപകൻ പാവേൽ ദുറോവിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച റഷ്യ. ദുറോവിനെ അന്താരാഷ്ട്ര വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. രാജ്യത്തെ ഭീകരവാദത്തെ സഹായിച്ചു എന്നാണ് ആരോപണം. യുക്രൈൻ സുരക്ഷാ സൈന്യം ഉപയോഗിക്കുന്ന ഗ്രൂപ്പുകളും ബോട്ടുകളും നീക്കം ചെയ്തില്ലെന്നാരോപിച്ചാണ് നീക്കം. റഷ്യൻ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുക്രൈൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഭീകര സംഘടനകളും റഷ്യയിൽ ആക്രമണം ആസൂത്രണം ചെയ്യാൻ ടെലിഗ്രാം പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്തിട്ടും അത് തടയാൻ കമ്പനി തയ്യാറായില്ലെന്ന് ആരോപിച്ചാണ് റഷ്യൻ സുരക്ഷാ ഏജൻസിയായ FSB പാവേൽ ദുറോവിനെതിരെ കുറ്റം ചുമത്തിയത്. ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുമായി എയർബസ് A350. ഓസ്ട്രേലിയയിൽ നിന്ന് ഫ്രാൻസിലേക്ക് തുടർച്ചയായി 24 മണിക്കൂറിലധികം പറന്ന വ്യോമയാന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് ക്വാൻഡാസ് വിമാനം. ജൂലൈ 27-ന് പ്രാദേശിക സമയം വൈകുന്നേരം 5:27-ന് മെൽബണിൽ നിന്ന് പുറപ്പെട്ട എയർബസ് A350 വിമാനം പസഫിക് സമുദ്രം, US കനാൽ, അറ്റ്ലാന്റിക് സമുദ്രം എന്നിവ കടന്ന് 23,075 കിലോമീറ്റർ 14,338 മൈൽ ദൂരം പിന്നിട്ട് ജൂലൈ 28-ന് രാവിലെ 9:52-ന് ഫ്രാൻസിലെ തുലൂസണിൽ ഇറങ്ങി. 24 മണിക്കൂറും 24 മിനിറ്റും എടുത്താണ് ഈ ദൂരം വിമാനയാത്ര പൂർത്തിയാക്കിയത്. പ്രതിപക്ഷ ബഹളത്തിനിടെ പരീക്ഷാ ഭേദഗതി ബില്ല് പാസാക്കി. പ്രതിപക്ഷ പ്രതിഷേധത്തിനും ബഹളത്തിനുമിടെ പരീക്ഷാ ഭേദഗതി ബില്ല് പാസാക്കി ലോക്സഭ. പരീക്ഷാ ക്രമക്കേടുകളിൽ ശിക്ഷയും പിഴയും വർദ്ധിപ്പിക്കുന്ന ബില്ല് ശബ്ദ വോട്ടോടെയാണ് പാസാക്കിയത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രസംഗം പൂർത്തിയാക്കാൻ അനുവദിക്കാതെയായിരുന്നു സഭ ബില്ല് പാസാക്കലിലേക്ക് കടന്നത്. ഇഡിയറ്റ് പരാമർശത്തെ ചൊല്ലിയും അമിത്ഷായ്ക്കെതിരായ വിമർശനത്തെ ചൊല്ലിയും ലോക്സഭയിൽ ബഹളം ഉയർന്നു. മൻമോഹൻ സിംഗിന് ക്ലീൻ ചിറ്റ്. കൽക്കരി കുംഭകോണ കേസിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ക്ലീൻ ചിറ്റ്. മൻമോഹൻ സിംഗിന് എതിരായ കേസ് അവസാനിപ്പിച്ച CBI റിപ്പോർട്ട് സുപ്രീം കോടതി അംഗീകരിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് റിപ്പോർട്ട് അംഗീകരിച്ചത്. കേസ് അവസാനിപ്പിക്കാനുള്ള CBI തീരുമാനം നേരത്തെ വിചാരണ കോടതി അംഗീകരിച്ചിരുന്നു. കൽക്കരി കുംഭകോണ കേസിൽ 6ാം പ്രതിയായിരുന്നു മൻമോഹൻ സിംഗ്. മരിച്ച് 2 വർഷം പിന്നിട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. ഒഡീഷയിലെ താലാബീര 2 കൽക്കരിപ്പാടം സ്വകാര്യ കമ്പനിക്ക് അനുവദിച്ച കേസിലാണ് മുൻ പ്രധാനമന്ത്രി കുറ്റവിമുക്തനായത്. ശബരിമലയിലേക്കുള്ള മിൽമ നെയ്യ് മറിച്ചുവിറ്റതിൽ അന്വേഷണം ദേവസ്വം ബോർഡിലേക്കും. നെയ്യ് തട്ടിപ്പിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞ ദേവസ്വം മന്ത്രി K മുരളീധരൻ ദേവസ്വം കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം മന്ത്രി റിപ്പോർട്ട് തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ കാലയളവിലാണ് നിലവാരമില്ലാത്ത നെയ്യ് ശബരിമലയിൽ എത്തിയതെന്ന് ദേവസ്വം കമ്മീഷണർ അന്വേഷിക്കും. നെയ്യ് കൊടുത്ത മിൽമയെപ്പോലെ തന്നെ വാങ്ങിയ ദേവസ്വം ബോർഡിനും ഇടപാടിൽ ഉത്തരവാദിത്തമുണ്ടെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഗർഭിണിയെ തടവിലാക്കി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. കോട്ടയം തീക്കോയിൽ ഗർഭിണിയെ തടവിലാക്കി കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. പ്രതികൾ മുമ്പും സമാന രീതിയിൽ കുട്ടികളെ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കേസിൽ വാഗമൺ സ്വദേശി അനീനിയെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ റിമാൻഡ് ചെയ്ത 2 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകി. അസം സ്വദേശികളായ യുവതികളുടെ വെളിപ്പെടുത്തലിൽ കുട്ടികളെ വിൽക്കുന്ന മാഫിയയുടെ കണ്ണികൾ തേടുകയാണ് പോലീസ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് പ്രതികൾ തട്ടിപ്പിന് വഴിയൊരുക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. പല അക്കൗണ്ടുകളും വ്യാജ പേരിലാണ്. അസം സ്വദേശിയെ കേരളത്തിൽ എത്തിക്കാൻ പ്രതികൾ ഉപയോഗിച്ച ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിലവിൽ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ജാമ്യം ലഭിക്കാത്തതിന് പിന്നാലെ CPM പ്രവർത്തകരായ പ്രതികൾ കൂട്ടത്തോടെ ഹൈക്കോടതിയിലേക്ക്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 60 ദിവസം ജയിലിൽ കിടന്നിട്ടും ജാമ്യം ലഭിക്കാത്തതിന് പിന്നാലെ CPM പ്രവർത്തകരായ പ്രതികൾ കൂട്ടത്തോടെ ഹൈക്കോടതിയിലേക്ക്. 7 പ്രതികളാണ് ജാമ്യം തേടി ഹർജി നൽകിയത്. ഹൈക്കോടതിയിലെ മുതിർന്ന ക്രിമിനൽ അഭിഭാഷകരുടെ നിരയെയാണ് വാദത്തിനായി പാർട്ടി ഇറക്കുന്നത്. എന്നാൽ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിനെ അടക്കം എത്തിച്ച് ജാമ്യ ഹർജിയെ ശക്തമായി എതിർക്കാനാണ് EDയുടെ നീക്കം. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ 2 ആഴ്ച
രണ്ടാഴ്ചയ്ക്കുള്ളിൽ ജാമ്യം പ്രതീക്ഷിച്ച CPM പ്രവർത്തകർക്ക് കനത്ത തിരിച്ചടിയാണ് കോടതിയിലുണ്ടായത്. 60 ദിവസത്തിലേറെയായി ജാമ്യം ലഭിക്കാതെ ജയിലിലാണ് 24 പ്രവർത്തകർ. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ലെന്ന് VD സതീശൻ. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ലെന്നും പ്രസംഗം മുഴുവൻ കേൾക്കാത്തതുകൊണ്ടുണ്ടായ വിവാദമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. അമ്മ മരിച്ചിട്ട് 27 വർഷമായെന്നും ഇന്നും ആ രുചി നാവിലുണ്ടെന്നും അത്തരം രുചികൾ മക്കൾക്ക് പകർന്നു കൊടുക്കണം എന്നാണ് പറഞ്ഞതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പൊതുമരാമത്ത് വകുപ്പിൽ 5 പുതിയ പരിഷ്കാരങ്ങൾ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം കുറയ്ക്കാനും പൊതുമരാമത്ത് വകുപ്പ് 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ സർക്കാർ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ അറിയിച്ചതാണ് പുതിയ തീരുമാനങ്ങൾ. പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലായിരിക്കും പരിഷ്കാരങ്ങൾ നടപ്പാക്കുക. നിയമനങ്ങൾക്കും മന്ത്രിസഭ തീരുമാനമെടുത്തു. വിജിലൻസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി G ശശീന്ദ്രനെയും കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായി ഡോക്ടർ KK രാമചന്ദ്രനെയും നിയമിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി ക്രൈംബ്രാഞ്ച്. PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തു. PSCയിലെ ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ആരുടെയും പേര് എടുത്തു പറഞ്ഞിട്ടില്ല. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ആദ്യ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആസൂത്രണ ബോർഡിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ക്രൈംബ്രാഞ്ചിന് PSC കൈമാറിയിരുന്നു. ചോദ്യപേപ്പർ, ഉത്തരസൂചിക, അഭിമുഖത്തിന് ക്ഷണിച്ച ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ, മാർക്ക്ഷീറ്റ് ഉൾപ്പെടെയുള്ള രേഖകളാണ് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യപ്രകാരം കൈമാറിയത്. പുറത്തുവന്ന ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പിൽ PSCയുടെ അസാധാരണമായ വീഴ്ചകളാണ് ചർച്ചയായത്.